ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളുള്ളത് മൂന്നാറിലുള്ള ഹൈറേഞ്ച് സിപ്പ് ലൈനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓണറിനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്ന് പറയും. പേര് ലംബോദരൻ. അപ്പോൾ നമുക്ക് ഇത് എത്ര വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടെന്നൊക്കെ ചോദിക്കാം. ഇതിപ്പോൾ 4 വർഷമായി സ്റ്റാർട്ട് ചെയ്തു. 4 വർഷമായി. അപ്പോൾ ഗൈസ്, നമ്മൾ മൂന്നാർ വന്നപ്പോൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ട വഴിക്ക് അടിപൊളിയായിട്ട് തോന്നിയൊരു സ്പോട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു സിപ്പ് ലൈൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഒന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. കഴിഞ്ഞ 4 വർഷത്തിന് മുൻപ് ഇവിടെ ഹൈറേഞ്ച് സിപ്പ് ലൈൻ എന്ന സ്ഥാപനം തുടങ്ങിയത്. അന്ന് ഈ പ്രദേശത്തൊന്നും യാതൊരുവിധ വികസനങ്ങളോ മറ്റുള്ള യാതൊരുവിധ സംവിധാനങ്ങളോ ഇല്ലായിരുന്നു. ഈ സ്ഥാപനം തുടങ്ങിയ ശേഷം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഗസ്റ്റുകൾ ഇവിടെ വരികയും ഈ സ്ഥാപനം അവരവരുടെ രാജ്യത്ത് തന്നെ അവർ ചെന്ന് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഗസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് ഇവിടെ 500 മീറ്റർ അപ്പും 500 ഡൗണുമായിട്ട് അങ്ങനെ 1 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. 125 മീറ്റർ ഹൈറ്റ് പുഴയിൽ നിന്ന്, കല്ലാർ പുഴയുടെ മുകളിൽ കൂടിയാണ് ഇതിൻ്റെ സിപ്പ് ലൈൻ പോകുന്നത്. കല്ലാർ പുഴയുടെ 125 മീറ്റർ ഹൈറ്റിലാണ് ഈ സ്ഥാപനം ഇപ്പം നിലവിൽ ഉള്ളത്. തന്നെയല്ല, അഗാധ ഈ പ്രദേശങ്ങളാകെ കവർ ചെയ്യത്തക്ക നിലയിൽ നല്ല ഒരു വ്യൂ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, അടിമാലിയിൽ നിന്ന് 8 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇരുട്ടുകാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനമുള്ളത്. ആ ഇരുട്ടുകാനം എന്ന് പറഞ്ഞാൽ അതിനൊരു സവിശേഷതയുണ്ട്. ഇവിടെ ഇരുട്ടുകാനം ജംഗ്ഷനിൽ നിന്ന് രാജാക്കാട് അതുപോലെ തന്നെ കുമളി മേഖലയിലേക്കുള്ള വണ്ടികളും ഈ ജംഗ്ഷനിൽ നിന്ന് കല്ലാറ്, മൂന്നാറ്, മറയൂർ, വട്ടവട തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള വണ്ടികൾ ഈ സ്ഥാപനത്തിന് മുമ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് ഇതിന് മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാതെ ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് ഇവിടെ വന്ന് ഇറങ്ങാറുണ്ട്. ഇപ്പോൾ US, UK, അതുപോലെ തന്നെ UAE, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകൾ അവരിവിടെ വന്ന് ഇതിൽ കയറിയ ശേഷം അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ അനുഭവമാണ്. ലോകത്ത് അവർ പോകാത്ത രാജ്യങ്ങളില്ലെന്നും എന്നാൽ ഇത്രയും ലോങ്ങസ്റ്റും ഹയ്യസ്റ്റും ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാപനം ആദ്യമാണ് കാണുന്നതെന്നാണ് അവരുടെ ഇക്കാര്യത്തിലുള്ള ഇവിടെ പുസ്തകത്തിൽ കുറിച്ച് വച്ചിരിക്കുന്നത് ഉണ്ട്. അപ്പോൾ യാതൊരു വിധത്തിലും ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു വിധത്തിലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചൊരു ഭയപ്പാടോ മറ്റുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിൻ്റെ റോപ്പിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ടൊരു 7000-8000 കിലോഗ്രാം കപ്പാസിറ്റിയുള്ള റോപ്പാണ് ഇതിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻസുകൾ നമുക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ഏതാണ്ട് 30 കോടി രൂപയുടെ ഇൻഷുറൻസ് ആ കമ്പനികൾക്കുണ്ട്. അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയുള്ള സാധനങ്ങൾ. അത് 10 വർഷം ഗ്യാരൻറ്റി റോപ്പിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതാത് വർഷം തന്നെ ഞങ്ങൾ നിലവിലുള്ളത് മാറ്റി പുതിയത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിധത്തിലുള്ള ഒരു അപകടങ്ങളും ഉണ്ടാകാത്ത നിലയിൽ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾ അവരാണ് ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കുന്നത്. കൊച്ചു കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവരെ ഈ നമ്മുടെ സ്റ്റാഫുകൾ തന്നെ കൊച്ചുകുട്ടികളെ ഇക്കരെ നിന്നും അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ട്രെയിൻ ചെയ്ത ജീവനക്കാരാണ്. അതുപോലെ ഇപ്പോൾ ഏതാണ്ടൊരു 10-60ഓളം വരുന്ന ജീവനക്കാർ ഈ സ്ഥാപനത്തിലും ഇതിനോട് അനുബന്ധിച്ചുള്ള മറ്റ് സഹസ്ഥാപനങ്ങളിലുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾക്കാണ് മഹാഭൂരിപക്ഷവും ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി പറഞ്ഞാൽ അടിമാലിയിൽ നിന്നും 8 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴാണ് ഇരുട്ടുകാനമെന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമത്തിലെത്തുക. ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം വരുന്നതിന് മുൻപ്
യാതൊരു വിധത്തിലും ഒരു വികസനമില്ലാതെ കിടന്ന ഈ പ്രദേശത്ത് ഈ സ്ഥാപനം വന്നതിന് ശേഷം നൂറുകണക്കിന് ആളുകളുടെ ഉപജീവനവും നേരിട്ടും അല്ലാതെയും ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ സ്ഥാപനം. ഇത് സ്ഥാപനം തുടങ്ങിയപ്പം മുതൽ ഇതിനോട് അസഹിഷ്ണുതയുള്ള ചില വ്യക്തികൾ അവർ ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ച് ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നങ്ങളെയെല്ലാം നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ കോടതിയുടെ ഒരു സ്റ്റേയിലാണ് ഈ സ്ഥാപനം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഭൂപ്രശ്നത്തിനെല്ലാം പരിഹാരം കാണാനായിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ നിലപാട് വന്നപ്പം തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു ആശ്വാസമാണ്. ഇത് കുറേ കൂടി വിപുലീകരിച്ച് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ അപ്പും 1 കിലോമീറ്റർ ഡൗണുമായിട്ടുള്ള ഒരു ലൈനും കൂടെ ഇപ്പം അധികം താമസിക്കാതെ ഓപ്പണിംഗ് ആകുന്നുണ്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ വലിയ ഊഞ്ഞാൽ, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെയുള്ള ചില 1-2 സ്ഥാപനങ്ങൾ കൂടി ഇതിനോടനുബന്ധിച്ച് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ മറ്റൊരു സഹോദര സ്ഥാപനമാണ് ഹൈറേഞ്ച് സ്പൈസസ് ആൻഡ് ആയുർവേദിക് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നൊരു 200 മീറ്റർ കല്ലാർ റൂട്ടിലേക്ക് പോകുമ്പം ഹൈറേഞ്ച് സ്പൈസസ് എന്ന് പറയുന്ന സ്ഥാപനം കൂടിയുണ്ട്. ആ സ്ഥാപനമാണ് ആദ്യം ഞാനിവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം ഞാനും എൻ്റെ 2 മക്കൾ ആണുള്ളത്. അവരുടെയും കൂടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനം ഇത്രയും ഫേമസ് ആക്കാൻ ഇടയായിട്ടുള്ളത്. ഇനിയും കുറച്ചുകൂടി ഇത് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് NHൻ്റെ റോഡിൻ്റെ വികസനം, അതിൻ്റെ കൃത്യമായ ഒരു സ്പോട്ട് നമുക്ക് അവർ നിർണയിച്ച് തരാത്തതുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങളിൽ അത്തരമൊരു നീക്കം NHൻ്റെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുണ്ടായാൽ മാത്രമേ ഞങ്ങൾക്കിത് കുറേ കൂടി വിപുലീകരിക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇപ്പം സ്പൈസസിൻ്റെയും ആയുർവേദ ഐറ്റത്തിൻ്റെയും അവിടെ ഗാർഡൻ വിസിറ്റിങ് എല്ലാം ഉണ്ട്. അതിനെല്ലാം ഞങ്ങൾ ഇപ്പോൾ സ്പൈസസുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും കിട്ടും. അതുപോലെ തന്നെ ആയുർവേദ ഐറ്റംസ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് സ്പൈസസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 5 വർഷമാകുന്നു. ഇത് 4 വർഷമായി. നല്ല ഒരു റിസൾട്ട് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരുടെയും എല്ലാം നിർലോഭമായ സഹകരണം ഞങ്ങൾക്കുണ്ട്. അതാണ് ഈ സ്ഥാപനം തുടങ്ങിയ ശേഷമുള്ള ഞങ്ങളുടെ ഒരു അനുഭവം. ഇനി ഇതുപോലെ മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ പോട്ടെ. അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ സിപ്പ് ലൈൻ മാത്രമല്ല, നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടല്ലേ? ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, വലിയ ഊഞ്ഞാൽ, അതിൻ്റെ ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ ഈ റോപ്പ് വഴി ഉള്ള സൈക്ലിംഗ് ഉണ്ട്. ആ 3 സംരംഭവും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അതുകൂടാതെയാണ് ഞങ്ങളുടെ ഈ സ്പൈസസും മറ്റുള്ള സ്ഥാപനവും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോതമംഗലം, നേര്യമംഗലം, അടിമാലി കഴിഞ്ഞാൽ അവിടുന്ന് 8 കിലോമീറ്റർ കല്ലാർ റൂട്ടിലേക്ക് നാഷണൽ ഹൈവേയിൽ 8 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഹൈറേഞ്ച് സിപ്പ് ലൈൻ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ സ്ഥിതി ചെയ്യുന്നത്. അത് കൃത്യമായി അതിൻ്റെ ഒരു പോയിൻ്റ്, ഇതൊരു വലിയ ഒരു രണ്ടായി തിരിഞ്ഞു പോകുന്നൊരു മേഖലയാണ് ഈ റോഡ് ഇവിടെ വന്ന് സംഗമിക്കുമ്പോൾ. അത് ഹൈവേയിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് തിരിയുന്ന സ്ഥലത്തിനാണ് ഈ പറഞ്ഞ ഇരുട്ടുകാനം എന്ന് പറയുക. അവിടെയാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ സ്പോട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? അപ്പോൾ ഗൈസ്, അത്രയും സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ സ്പോട്ട് നമുക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അഡ്വഞ്ചറൈസ് സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു ജോബ് കൂടിയായിട്ട് ഇവർക്കൊരു വരുമാന മാർഗ്ഗമാണ് ഇതെല്ലാം, അല്ലേ? അതെ. അത് അതിൻ്റെ പറയണമെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനത്തിന് മുമ്പ് ഇരുട്ടുകാനം എന്ന് പറയുന്നത് ഞാനിവിടെ വന്ന് ഈ സ്ഥാപനം തുടങ്ങിയോടെ വെള്ളക്കാനമാക്കി മാറ്റിയെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ. വെള്ളക്കാനം എന്ന് പറഞ്ഞാൽ ഇരുട്ട് പ്രദേശം വെളിച്ചത്തിലേക്ക് എത്തിച്ചു ഈ സ്ഥാപനം എന്നാണ് ഈ നാട്ടുകാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ ഈ സ്ഥാപനം വന്നു കഴിഞ്ഞപ്പം
ചില നിക്ഷിപ്ത താല്പര്യക്കാരായ ചില വ്യക്തികൾ നേരത്തെ ഇരുന്ന കളക്ടർമാരെ സ്വാധീനിച്ചുകൊണ്ട് ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി. നീതി കിട്ടാതെ വന്നപ്പം ഞാൻ ഹൈക്കോടതിയെ ശരണം പ്രാപിച്ച് ഹൈക്കോടതിയുടെ സ്റ്റേ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു അടിപൊളി സ്പോട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇത്തരം സംരംഭങ്ങൾക്ക് വലിയ ഉത്തേജനവും അതുപോലെ തന്നെയുള്ള സഹായങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കിക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിൽ വസ്തുത മനസ്സിലാക്കി പ്രതികരിക്കുന്ന കാര്യത്തിൽ അത്തരം പ്രസ്ഥാനങ്ങളിലെല്ലാം വേണ്ടത്ര ജാഗ്രത കാണിച്ചിട്ടില്ല എന്ന വിമർശനം എനിക്കുണ്ട്. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ പറ്റി നിങ്ങൾക്കറിയാവില്ല. എൻ്റെ ജ്യേഷ്ഠൻ നമ്മുടെ മുൻ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി എം മണി എന്ന് പറയുന്ന ആളാണ്. അങ്ങേരുടെ സഹോദരനായ ഞാൻ പൊതുരംഗം 25 വർഷത്തിന് മുമ്പ് പൊതുരംഗത്തു നിന്ന് ഒഴിവായ ശേഷം നമ്മൾ കൃഷിയും അതുപോലെ തന്നെ ഈ ടൂറിസത്തിൻ്റെ മേഖലയിലും പരിശ്രമിച്ചാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അതിനോട് യോജിക്കാൻ കഴിയാത്ത ചില വ്യക്തികൾ ഈ പ്രസ്ഥാനങ്ങളെ എങ്ങനെ നശിപ്പിക്കാമെന്നതിനെ പറ്റിയായിരുന്നു. അത് ജ്യേഷ്ഠൻ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA എന്ന നിലയിൽ അങ്ങേരുടെ സ്വാധീനം കൊണ്ട് ഞാൻ ഉണ്ടാക്കി എന്ന നിലയിൽ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ എന്നെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവസരം കിട്ടിയാൽ എന്നെ വേട്ടയാടുന്ന സമീപനമാണുള്ളത്. ഞാനൊന്നും ഒരു കുറ്റവും ഒരു ദ്രോഹവും ഈ നാട്ടിൽ ആർക്കും ചെയ്തിട്ടില്ല. പക്ഷേ എന്നെ വല്ലാതെ ഇക്കാര്യത്തിൽ മനസ്സുകൊണ്ട് പുറകോട്ടടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം അതിനൊരൊറ്റ ഉദാഹരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ഒരു ദിവസം ഈ ജില്ലയിൽ 21 സ്ഥാപനങ്ങൾ ഈ സിപ്പ് ലൈൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 4 കളക്ടർ ചെയർമാനായിട്ടുള്ള DTPCയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ 21 സ്ഥാപനങ്ങളിലും ക്ലൈമറ്റ് മാറിയപ്പോൾ അവരെല്ലാം പ്രവർത്തിച്ചു. അവിടെല്ലാം പ്രവർത്തനമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റാഫുകളോടും പറഞ്ഞു, നിങ്ങളും പ്രവർത്തിക്കാൻ പറഞ്ഞു. അതിനെന്നെ ഈ നാട്ടിലെ പത്രമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മനോരമയുടെ ആളുകൾ ഇവിടെ വന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് മറ്റ് പത്രമാധ്യമങ്ങൾക്കെല്ലാം എൻ്റെ ക്ലിപ്പ് കൊടുത്ത് 3 ദിവസം പകലില്ലാതെ എന്നെ വേട്ടയാടി. 21 സ്ഥാനത്ത് ഇത് നടന്നിട്ട് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഏതാണ്ട് വലിയ മഹാപരാധം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം എനിക്കെതിരായിട്ട് പ്രചരണം നടത്തി. ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെന്നെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി. കഴിഞ്ഞ 25 വർഷമായിട്ട് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ. അപ്പോൾ ആ മാധ്യമങ്ങളുടെ വേട്ടയാടലിൻ്റെ ഇരയാണ് ഞാൻ. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയാം ഇവരെന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലുള്ള ഒട്ടനവധി സംഭവങ്ങൾ എൻ്റെ ഈ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്കൊരു കാര്യത്തിൽ വളരെ ഉറപ്പുണ്ട്, ഈ രാജ്യത്തെ നിയമവും നീതിയും ലംഘിക്കാതിരുന്നാൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഞാൻ എൻ്റെ അനുഭവത്തിലുള്ളത്. അപ്പോൾ ഇതിലൊന്നും തളരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരുപാട് മനുഷ്യർ വേട്ടയാടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ട്. ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, എന്തിന് നമ്മൾ ഈ മനുഷ്യന്മാർ ഓരോരുത്തരെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യണ പോലെ എന്തിനും ഒരാൾ ഇങ്ങനെ പുറകെ നടന്ന് എന്തിനും ഇതുപോലെ കാണിക്കുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ലപോലെ ജീവിക്കുന്നു, അടിപൊളി സംഭവങ്ങൾ നമുക്ക് വേണ്ടി തരുന്നു. ഇതൊക്കെ ഒരു അടിപൊളി ഐറ്റംസ് അല്ലേ? എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒന്ന് നിർത്താം, മനുഷ്യന്മാരെ നന്നാവുക, അത്രേ പറയാനുള്ളൂ. നമുക്കിനി ഒരാളെ കൂടി പരിചയപ്പെടാം. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറയോ? അനൂപ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റേറ്റാണ് നമുക്ക് അറിയാനുള്ളത്. അതേപോലെ തന്നെ ഇതൊരു കോംബോ ആയിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മൂപ്പരോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് കോംബോ ആയിട്ട്? കോംബോ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ്, സൈക്ലിങ്, സ്കൈസിങ് മൂന്നും കൂടെ നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കും. ഓരോരുത്തരും നമ്മൾ നോക്കുമ്പം 600 രൂപ ഗ്ലാസ് ബ്രിഡ്ജിന് തനിയാകുമ്പോൾ എടുക്കുമ്പോൾ 600 രൂപ ഒരു പേഴ്സണിന് 600 രൂപ വരും. പിന്നെ സൈക്കിളിന് 400 രൂപ ഒരു പേഴ്സൺ വരും. ഊഞ്ഞാലിനാണെങ്കിൽ ഒരാൾക്ക് 500 രൂപ വരും. ഇപ്പം 500, 1000, 1400 വരും. അപ്പോൾ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 1200 കൊടുക്കും. 1200 മൂന്നും കൂടെ ഒരു പേഴ്സണായിട്ട് ഇവർ ചെയ്തു കൊടുക്കും. പിന്നെ ഇപ്പം എന്താ പറയുക, വേറെ ജീപ്പ് സഫാരി അങ്ങനെ എന്തോ? ജീപ്പ് സവാരി നമുക്കില്ല. നമുക്ക് പിന്നെ മുകളിൽ നമ്മുടെ ഒരു ഹൈ റേഞ്ച് സ്പൈസസ് ഉണ്ട്. തൊട്ട് മുകളിൽ നമുക്ക് ഇവിടെ ഹൈ റേഞ്ച് സ്പൈസസ് ഒറിജിനൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഏലക്ക, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ, ചോക്ലേറ്റ് ഫാക്ടറി ഇതെല്ലാം ഉണ്ട് നമുക്ക് മുകളിൽ. ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞാൽ മൈദയൊന്നും ചേർക്കാതെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്യുവർ ഇതിൽ നമ്മൾ ചോക്ലേറ്റ്. എന്തായാലും നമുക്ക് ഇവിടെ അടുത്താണോ? ഇവിടുന്ന് അടുത്ത് കുറച്ചേ ഉള്ളൂ. ഇവിടുന്ന് നമുക്ക് എന്തായാലും എന്തെങ്കിലും അതൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു കണ്ടന്റായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ സത്യം പറഞ്ഞെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് നിങ്ങൾ സഹകരിച്ചതിന്. നിങ്ങൾ കാണാൻ പറ്റിയതിനും നമുക്ക് വളരെ ഉപകാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ മൂപ്പരെ പരിചയപ്പെട്ടതിലും നമ്മുടെ സബ്സ്ക്രൈബറിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും അതേപോലെ തന്നെ ഈ ഒരു കോംബോം നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് മൂന്നാർ വരുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതാണ്, ലൊക്കേഷൻ അടക്കം. അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാത്തവർ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഇത് മിസ്സാക്കാണ്ട് തന്നെ ഇവിടെ വരണം. അപ്പോൾ ഓക്കെ, ബൈ.